ഇടുക്കിയിലെ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുകയാണെന്നും ദൗത്യം ഇന്ന് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മനുഷ്യജീവനോളം പ്രധാനപ്പെട്ടതാണ് വന്യജീവി സംരക്ഷണമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിഷേധങ്ങളെ ഞാൻ ന്യായമായ പ്രതിഷേധം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പ്രതിഷേധത്തിനിടയായ സാഹചര്യങ്ങൾക്ക് എന്താണ് പരിഹാരം കാണാനുള്ളത്? മൂന്നാമത്തത്, ഇതിന് ശാശ്വത പരിഹാരം എന്താണ്? ഈ മൂന്ന് തരത്തിലാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ അടിയന്തരമായി വേണ്ടത് ആ കടുവ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ കണ്ടെത്താനും പിടിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻഗണന, അടിയന്തര പ്രാധാന്യം. ആ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ നാളെ 11 മണിക്ക് വയനാട്ടിൽ വെച്ച് വനംവകുപ്പിലെ മുഖ്യ വനപാലകൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും സഹായത്തോടുകൂടി ആലോചനാ യോഗം നടക്കുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ദസ്ന സുരേഷ് ഉണ്ട്. ദസ്ന, ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടർ സുബിൻ റിപ്പോർട്ട് ചെയ്തത് പ്രദേശത്ത് ഇന്നലെ ഇടുക്കി ഗ്രാമ്പിയിൽ ഇറങ്ങിയ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താനായില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ DFO വ്യക്തമാക്കിയിരിക്കുന്നത് സ്നിഫർ ഡോഗിനെയും അതുപോലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി എന്തൊക്കെയാണ് വ്യക്തമാക്കിയത്? കടുവയുമായി ബന്ധപ്പെട്ട മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുന്നു എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും 2 ദൗത്യമാണ് നിലവിലുള്ളത്. ഒന്ന്, മനുഷ്യജീവൻ സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ വന്യജീവിയെ സംരക്ഷിക്കണം എന്നതും വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ സുരക്ഷിതത്വത്തിൽ തന്നെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് എന്ന് തന്നെയാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ അല്പസമയത്തിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. ദൗത്യം ഇന്ന് പൂർത്തിയാക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിലുള്ളത് എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. മയക്കുവെടി വെക്കുന്നത് സാധാരണയായി ഹൈ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി, പ്രത്യേകിച്ച് സംഘങ്ങൾ തമ്മിൽ ആലോചിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക്, അതായത് ഈ മയക്കുവെടി വെക്കുന്നത് ഹൈ റിസ്ക് ആയതുകൊണ്ട് തന്നെ അത് കൂടി ആലോചിച്ച ശേഷം അവിടുത്തെ വിവരങ്ങൾ അറിയിക്കാമെന്നൊരു കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദൗത്യമാണ് മുന്നിലുള്ളത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, മനുഷ്യജീവൻ സംരക്ഷിക്കുന്നത്, അതോടൊപ്പം തന്നെ വന്യജീവിയും സംരക്ഷിക്കേണ്ടത് ആവശ്യകതയുണ്ട് എന്ന് തന്നെയാണ് വനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടരുന്ന ഒരു കാര്യം തന്നെയാണ് വനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.